അസ്സലാമലൈക്കും. ഇന്ന് നമ്മളൊരു ഗ്ലാസ് പുഡിങ്ങിൻ്റെ റെസിപ്പിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇളനീരിൻ്റെ വെള്ളം കൊണ്ടാണ് ഞാൻ ഗ്ലാസ് പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് പിന്നെ കളർ ചെയ്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. പിന്നെ വൈറ്റ് കളറായിട്ട് ഇളനീരിൻ്റെ വെള്ളം കൊണ്ട് മാത്രം കളർ ഇല്ലാതെയും നമുക്ക് പിന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ അതിന് വേണ്ടി ഞാൻ ഇളനീരെടുത്തിട്ടുണ്ട്. 2 ഇളനീരുണ്ട്. ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കുക. നമ്മുടെ കാമ്പൗണ്ട് നമുക്ക് വേറെ പുഡിങ് ഉണ്ടാക്കുക. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണുക. ഒരു പാക്കറ്റ് ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 10 ഗ്രാമാണിത്. ഇതിലേക്ക് പിന്നെ ഒരു 1/2 ലിറ്റർ ഇളനീരിൻ്റെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ചൈന ഗ്രാസ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ കുതിർത്താൻ വേണ്ടിയിട്ടൊന്ന് വെക്കട്ടെ. കുതിർത്ത് കാണ്ട് നമ്മൾ മെൽറ്റാക്കുമ്പോൾ അതൊന്ന് വേഗം നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് മതി. ഒഴിച്ചിട്ട് ഞാനിത് കുതിർത്താൻ വേണ്ടിയിട്ടൊന്ന് കുറച്ച് സമയം വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് കുതിർന്ന സമയം നമുക്ക് ഇളനീരൊക്കെ ഒന്ന് ചെത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് സെപ്പറേറ്റ് കാമ്പൊക്കെ ആക്കി എടുത്തിട്ട് വരാം. പിന്നെ ഞാനിത് കുതിർത്തിട്ട് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പം ഞാനൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുക്കാം. ഇളനീരിൻ്റെ വെള്ളം ഞാൻ ഒരെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ചൈന ഗ്രാസ് നല്ലോണം അലിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അലിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഇളനീരിൻ്റെ വെള്ളം ഞാൻ 1/2 ലിറ്റർ അളന്നിട്ട് ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും പഞ്ചസാര നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മുന്നിട്ട് നിൽക്കണം. നമ്മളിപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ നോക്കുമ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാകത്തിന് മധുരമായിട്ട് കിട്ടും. നമ്മൾ ഇപ്പോൾ മധുരം പിന്നെ നോക്കുമ്പോൾ ഒരു പാകത്തിനുള്ള മധുരം ആയാൽ തണുത്ത് കഴിയുമ്പോൾ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. പിന്നെ അതിന് ശേഷം നമ്മളിത് പിന്നെ അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് പിന്നെ അരിച്ച് മാറ്റുക. അപ്പോൾ ഞാൻ പുഡിങ് പിന്നെ സെറ്റാക്കാൻ വെക്കണ പിന്നെ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇത് അരിച്ചിട്ട് വെച്ച് മാറ്റിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ടൈഗറിൻ്റെ ഒരു പിസ്ത കളർ 2 തുള്ളി ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. അത് കളറില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് മാത്രം ഗ്ലാസ് പുഡിങ് ആക്കിയിട്ട് വെക്കാം. ഇപ്പോൾ കളറുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേറെ കളറോ യെല്ലോ കളറോ ചുവപ്പൊക്കെ നമുക്ക് റെഡിയാക്കാം. ഇത് പിന്നെ ഇതിലേക്ക് ഞാൻ ഇത് ചെറീസ് ക്രഷ് ചെയ്തതും ബദാം പിന്നെ കാഷ്നട്ടൊക്കെയാണ്. അതൊക്കെ ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഒന്നുമില്ലെങ്കിലും നമുക്ക് ഇളനീരിൻ്റെ വെള്ളം ഒറ്റക്കായിട്ട് ചൈന ഗ്രാസ് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പിന്നെ പറ്റണത് തന്നെയാണ്. ഞാനതിന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. സെറ്റായിട്ട് നമുക്ക് എടുക്കാം. പുറത്ത് വെച്ചാലും സെറ്റായി കിട്ടും കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പിന്നെ പുറത്തെടുത്തതാണ്. അപ്പോൾ അതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ചെറിയാണ് പിന്നെ മുകളിൽ കാണുന്നത്. നമ്മൾ സെറ്റാകണ മുന്നേ അടുത്തപ്പോൾ അത് പിന്നെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാഷ്നട്ടും ബദാമൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അധികം പിന്നെ ചിലവുകൾ ഒന്നുമില്ല. ഇളനീർ വെള്ളവും ചൈന ഗ്രാസ് മാത്രം ഉണ്ടായാലും നമുക്ക് ഇതുപോലെ പുഡിങ് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
എന്നാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.